നേഷൻ ഫസ്റ്റ് ചാനൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇടത് ചിന്തകൻ ശ്രീ ഷാജി പാണ്ഡ്യാലയാണ്. നമസ്കാരം ഷാജിയേട്ടാ. നമസ്കാരം. ഷാജിയേട്ടാ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലാതങ്ങ് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നല്ലോ. ഭരണം കഴിഞ്ഞു, തിരഞ്ഞെടുപ്പിലേക്ക് കാൽവെച്ചു, ദിവസം ഏതാണ്ട് 10 ആകാറായി, ഇനി വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. ജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നേരിട്ട് അറിയുന്നതിന്റെ ഒരു അസഹിഷ്ണുതയാണോ അദ്ദേഹം പ്രകടമാക്കുന്നത്? തീർച്ചയായും തന്നെയാണ്. കാരണം അയാൾക്ക് പരാജയം അയാൾക്ക് അയാൾ മുന്നിൽ കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഇയാളൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് വരെ ഇന്റലിജൻസ് റിപ്പോർട്ട് അയാൾക്ക് ഡേ ബൈ ഡേ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ അയാൾ ഒരു ദിവസം പോലും അയാൾ സ്വസ്ഥനായി ഇരിക്കാൻ അയാൾ സമ്മതിക്കില്ല. കാരണം തന്റെ സമഗ്രാധിപത്യത്തിലുള്ള അധികാരത്തിന്റെയും ദുരധികാരത്തിന്റെയും ഒരു വിരാട് രൂപമായി കേരളത്തിനകത്ത് 10 വർഷക്കാലം ഭരണത്തിലും 15 വർഷക്കാലം നേരത്തെ പാർട്ടി സെക്രട്ടറിയായും അയാൾ കയ്യാളി അർമാദിച്ച് അഹങ്കരിച്ച് നടന്നിട്ടുള്ള ഒരു വിജയനുണ്ട്. ആ വിജയൻ എന്താ പറഞ്ഞാൽ ആ വിജയൻ വീഴാൻ പോവുകയാണ്. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വസ്തുതാപരമായ യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും മനോഹരമായ ഒരു അധ്യായം ഏതാണെന്ന് അയ്യപ്പദാസ് ശ്രദ്ധിക്കാതെ കൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഈ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെയ് 4 ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നത്. മെയ് 4 പറയുന്നത് കേരളം ഞടുങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ കൊല നടത്തിയിട്ടുള്ള വിജയന്റെ കാർമ്മികത്വത്തിലെന്ന് പലരാലും ആരോപിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കൊല നടത്തിയ TP ചന്ദ്രശേഖരന്റെ വധം നടന്നിരിക്കുന്ന ദിവസമാണ് മെയ് 4. നീതിമാന്റെ രക്തം ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ അത് വീഴ്ത്തിയവനെ ചുടലവരെ പിന്തുടരുമെന്നുള്ള ആപ്തവാക്യം അത് ബൈബിൾ വാക്യമാണ്. ആ ബൈബിൾ വാക്യം ഒരു ശാപം പോലെ ഈ വിജയനെ പിന്തുടരുകയാണ്. ഈ വരുന്ന മെയ് 4 അധികാരത്തിന്റെ സ്ഥാനങ്ങളിൽ ഇയാൾ അടിച്ച് പുറത്താക്കപ്പെടുന്നത് മാത്രമല്ല രാജ്യസഭയിലേക്ക് ഒരു ഇടതുപക്ഷത്തിന്റെ ഒരാളെ പാർലമെന്റിലേക്ക് പറഞ്ഞേക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ ചുരുങ്ങുകയും ചെയ്യുന്ന ഏറ്റവും ധീരവും ഏറ്റവും മനോഹരവുമായ ഒരു തിരഞ്ഞെടുപ്പ് വിധി ഈ നമ്മുടെ TP ചന്ദ്രശേഖരന്റെ ചുടുചോര വീണിട്ട് രക്തസാക്ഷിയായിരിക്കുന്ന ദിവസം തന്നെ വരുമെന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും എന്താ നമ്മൾ പറയാന്നറിയോ, ഒരു വല്ലാത്ത യാദൃച്ഛികതയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും അർത്ഥപൂർണമായ യാദൃച്ഛികതയായി തന്നെയാണ് അത് പരിണമിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അയാൾ പതറിയതിന്റെ എത്രയോ ഉദാഹരണങ്ങളാണ് ഈ ഓരോ സ്ഥലത്തും അയാൾ വീട്ടിൽ പോയി ചോദിക്കുന്നതിന്റെ അമ്മയോട് പോയി ചോദിക്കുന്നത് പറഞ്ഞ മലയാളം അച്ഛൻ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ എന്റെ അമ്മയോട് പോയി ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്റെ അച്ഛനോട് പോയി ചോദിക്കുന്ന പറയുന്നത്. ഇതിനേക്കാൾ പ്രധാനം എന്താ പറയുക, അവിടെ ആരും ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ മറ്റവർ ശ്രദ്ധിക്കാതെ ഞാൻ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ആ കമന്റ് പറയുന്നത് അയാൾ വളരെ കൃത്യമായി പുറത്തുള്ള ആളുകൾ എന്നെ തെറി വിളിക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അയാൾ വളരെ കോൺഷ്യസ് ആണ്. അതാണ് ആ ഇൻസ്റ്റന്റ് ആയ റെസ്പോൺസ് ആണ്. അതാണ് ഒരു മിനിറ്റ് പോലും അയാൾ എടുക്കുന്നില്ല അതിന് മറുപടി പറയാൻ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും അയാൾ മാറി ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന ചിത്രം എന്താ പറഞ്ഞാൽ ജനം മുഴുവൻ തന്നെ അയാൾക്ക് എതിരാണ് എന്നും പലരും എന്നെ തെറി വിളിക്കുകയാണെന്ന് പറയുന്നത്. പക്ഷെ അധികാരത്തിന്റെ അർമാദിപ്പിലും ആർത്തിയിലുമാണ് എന്നെ ആരും തെറി വിളിക്കില്ല എന്നുള്ള ഒരു വ്യാജ നിർമ്മിതിയാണ് വാസ്തവത്തിൽ. അവസാനം എന്തായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ആ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആളോട് അയാൾ എന്തോ ഒരു കുറ്റം ചെയ്തു പോയിരിക്കുന്ന ഒരു കുറ്റസമ്മതം നടത്തേണ്ടി വരിക്കുന്ന ഗതികേടുണ്ടാക്കിയ ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അയാൾ ചോദിക്കാവുന്ന ചോദ്യം ഗൗരവമറിയിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്ന ആളെന്തായി തീർന്നു എന്നിട്ട് അയാൾ പിന്നീടിക്കുന്ന മറുപടി എന്താണ്? അയാൾ ഒരു ഉളുപ്പുമില്ലാതെ അയാൾ പറയുന്ന മറുപടി എന്താ? പ്രസംഗിക്കുമ്പോൾ ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ്. ഇയാൾക്ക് അറിയില്ല കേരളത്തിനകത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞിട്ട് പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളുണ്ട് ഇവിടെ കേരളത്തിൽ. അത് മറ്റാരുമല്ല, അത് സഖാവ് കെ വേണുവാണ്. തലശ്ശേരിയിലൊക്കെ വന്നിട്ട് ഇഷ്ടമായ പ്രസംഗിക്കുന്ന സമയത്ത് CPM-ന്റേതായിരിക്കുന്ന ആളുകൾ എത്രയോ ആളുകൾ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ എത്രയോ തവണ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം തന്നെ വളരെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അയാൾ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അയാൾ എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതി തറഞ്ഞതിന് ശേഷം അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ജനാധിപത്യത്തിനകത്ത് പ്രസംഗം എന്നുള്ളത് മർദ്ദനമല്ല, പറിച്ച് അതെന്താണ്? അത് സംവാദമാണ്. ഈ സംവാദം എന്ന് പറയുന്ന സംഭവത്തിന് പകരം കേവലം നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ഏതെങ്കിലും ഒരാൾ സ്വമേധയ സ്വന്തം ഇഷ്ടപ്രകാരം പോയി പ്രസംഗം ഏതെങ്കിലും ഒരാൾ കേൾക്കാൻ പോകുമെന്ന് അയ്യപ്പദാസ് പോകുന്നുണ്ടാ?
ഒരാൾ പോലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. തലക്ക് വെളിവില്ലാത്ത ആൾ പോലും ആൾ മാത്രമേ പോവുള്ളൂ, ഇല്ലാത്ത ഒരാൾ പോലും. കാരണം മരിച്ചവന്റെ ഭാഷയാണത്, മൃതമായവന്റെ ഭാഷയാണത്. ജീവിക്കുന്ന ഒരു പദപ്രയോഗം പോലും ഇല്ലാതെ അടഞ്ഞ കണ്ണും ചത്ത മീനിന്റെ കണ്ണ് പോലെയുള്ള കണ്ണുകളുമായാണ് അയാൾ പലപ്പോഴും പൊതുയോഗ വേദിയിൽ സംസാരിക്കുന്നത്. ആ സംസാരം കേൾക്കുമ്പോൾ എന്താ പറയുക, ആളുകൾക്ക് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് ഗതികേട് കൊണ്ട് കേട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അയാളുടെ പ്രസംഗം കേട്ട് ഉത്തേജിതനാവാനോ വിജൃംഭിതനാവാനോ ഒരുത്തനും അവിടെ പോയി ഇരിക്കൊന്നുമില്ല. പാർട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നു. അത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. അയാളുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ പോലും അയാൾക്ക് പോലും നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന മറ്റൊരു കാര്യം എവിടെയാണെന്നറിയോ? ഇയാളുടെ പ്രസംഗം നടത്തിയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ നോക്കിക്കോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോ കേട്ടോ, നിങ്ങൾ എഴുതി വെച്ചോ. ഇയാൾ എവിടെയൊക്കെ പോയി പ്രസംഗിച്ചു ആ പ്രസംഗിച്ച സ്ഥലത്തെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് സാധാരണ കിട്ടുന്ന വോട്ടിൽ നിന്ന് നേരെ പകുതിയായിട്ട് ആ വോട്ട് അവിടെ കുറയും. അത് കുറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ അസഹിഷ്ണുതയുടെ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതും എന്നോട് പല സ്ഥലത്തൊന്നും പലരും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പല സ്ഥലത്തും ഇയാൾ വന്ന് പ്രസംഗിക്കണ്ട എന്ന് പോലും പാർട്ടിയോട് കത്തെഴുതി പറഞ്ഞിട്ടുള്ള ലോക്കൽ കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ ലോക്കൽ കമ്മിറ്റികളുണ്ട്, ഏരിയ കമ്മിറ്റികളുണ്ട്. ഇയാൾ പ്രസംഗം വേണ്ട എന്ന്. കാരണം ഒരാളെന്തെങ്കിലും ഒരു സംഭവം ചോദിക്കുമ്പോൾ നിങ്ങൾ ശത്രുവിനോട് പെരുമാറുന്ന പോലെയാണ് പെരുമാറുന്നത്. ആണോ? ശത്രുവിനോട് പെരുമാറുന്ന പോലെ പെരുമാറുന്ന ഒരു മാനസികാവസ്ഥയിൽ പോയിട്ട് നിങ്ങൾ പ്രസംഗിക്കാൻ പോകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിനർത്ഥം ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നീ കേട്ടാ മതിന്നാണ്. ഇന്ന് എവിടെയോ ഇന്നലെ പറ്റിയതോ സ്ഥലത്ത് ഒരു പ്രസംഗിക്കുന്ന സമയത്ത് ആരോ ഒരാൾ എന്തോ അപ്ലോസ് ചെയ്തു. അപ്ലോസ് ചെയ്തത് ചിലപ്പോൾ സംഗതി മറ്റൊന്നിൻ്റെയും പേരിലായിരിക്കാം ചിലപ്പോൾ അപ്ലോസ് ചെയ്തിട്ടുണ്ടാവുക. അപ്ലോസ് ചെയ്തപ്പോഴാണ് അങ്ങനെയാണ് ഞാൻ പ്രസംഗം നിർത്തുമെന്ന് പറയാം. അപ്പൊ ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്ക് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളുണ്ട്. അയാളുടെ മുമ്പിൽ വരാവുന്ന ദുരന്തങ്ങളും നാട്ടുകാരുടെ മുമ്പിൽ വരാനിരിക്കുന്ന വസന്തവുമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇയാളുടെ മുമ്പിൽ മഹാദുരന്തമാണ് അയാൾ പരാജയപ്പെടുക എന്ന് പറയുന്നത്. വ്യക്തിപരമായും അയാളും പല പാർശ്വവർത്തികൾ. പക്ഷേ ആ പരാജയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ളവർക്കും സാധാരണ മനുഷ്യർക്കും അതൊരു മനോഹരമായ വസന്തത്തിന്റെ തുടക്കമായിരിക്കും. അത് ഈ ഒരു വിഷയം അയാളുടെ മുമ്പിൽ അയാളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഹോണ്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം എന്തെന്നില്ലാണ്. ഇത് തന്നെയാണ് എവിടെയും വന്നതെന്നറിയോ? ജീസുദാരൻ സഖാവിനെതിരായിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗമില്ലേ? അതെ, ചെറ്റ എന്ന വാക്ക്. അതിനെ ന്യായീകരിക്കുകയാണ് അയാൾ. ഈ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വൊക്കാബുലറിക്കകത്ത് പദസമ്പത്തുകളൊന്നും ഇല്ലേ? പദസമ്പത്തുകളില്ലേ? ഈ പദസമ്പത്തുകൾ ഇല്ലാതാവാൻ കാരണം എന്താ? ഒരു വക വായിക്കാത്തോട് ഒന്നും വായിക്കൂല, ഒരു വസ്തു പഠിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ പദസമ്പത്ത് ഉണ്ടാകുക. സംസ്കൃത ചിത്തനായവരാകുന്ന വരുന്ന മനുഷ്യന് മാത്രമേ പദസമ്പത്ത് ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും പദസമ്പത്ത് ഉണ്ടാവില്ല. നിങ്ങൾ ഏതോ കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ട് ആരും സംസ്കൃത ചിത്തനായിരിക്കുന്ന ഒരു മനുഷ്യനും ഉപയോഗിക്കാത്ത ഭാഷ എടുത്തിട്ടാണ് ഇയാൾ ഇപ്പോഴും തന്നെ പ്രയോഗിക്കുന്നത്. അതും ആരെ പോലെ ജീസുദാരനെ പോലെ ഒരാളെ കുറിച്ചിട്ട് പറയാണ് ചെറ്റത്തരം. എന്നിട്ട് അതിന് ന്യായീകരിക്കാൻ ആര്? ലോക വായി നോക്കി വഷളനുമായിരിക്കുന്ന AK ബാലൻ. എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും വിവരമുള്ള ഒരുത്തരാണ് ഇവാലെ? ആണോ? ഇയാൾക്ക് ചരക്കല്ലേ അയാൾ? അപ്പൊ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുണ്ടായിരിക്കുന്ന തനി അലവിലാദികളായിരിക്കുന്ന ആളുകളെ, സാമൂഹ്യ വിരുദ്ധന്മാരായിരിക്കുന്ന ആളുകളെ അവരെ കൂട്ടിയിട്ടുള്ള യാത്രയാണ്. ഈ യാത്രയാണ് ഇവിടെ വീഴാൻ പോകുന്നത്. മെയ് 4 സാധനം വീഴുകയാണ്. മെയ് 4 തിരഞ്ഞെടുപ്പ് നടന്ന റിസൾട്ട് വരെ ആദ്യ മണിക്കൂറുകൾക്ക് തന്നെ നിങ്ങൾ നോക്കിക്കോ, സംഗതി വീണ് തീർന്നിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന ഒരു ചിത്രത്തെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് അയാൾക്ക് സാധ്യമല്ലാത്ത ഒരു അവസ്ഥ അയാളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് കൊണ്ടാണ് ഈ സംഭവം അയാൾ പറയുന്നത് ശരിക്കും. അപ്പൊ അതിനകത്ത് മറ്റൊരു ഉദാഹരണം എടുക്കും. ഇപ്പോ ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ളയുടെ ഈ സ്തൂപം പൊളിച്ച വിഷയവുമായി കത്തിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനോട് ആരോപണം ഉന്നയിക്കുന്നത് ആരാണ്? ഇപ്പോൾ സഖാ ജീസുദാരനാണ്, മറ്റാരുമല്ല. കണ്ട ഏതൊന്നും അണ്ടന ആരോപണമില്ല ഉന്നയിക്കുന്നത്. അദ്ദേഹവും പൂർണ്ണമായും തെളിച്ചു പറഞ്ഞിട്ടില്ല. തെളിച്ചു പറയാതെ അതിനർത്ഥം എന്താണെന്ന് അതിന് ഗൗരവതരമായിരിക്കുന്ന പെശകൾ ഉണ്ടായിരുന്നു എന്നാണ്. അന്വേഷണം നടത്താൻ ഉത്തരവിടേണ്ടിയിരിക്കുന്നയാൾ പാർട്ടിയുടെ സെക്രട്ടറി എന്നതിൽ ഈ മുഖ്യമന്ത്രിയാണ്. അയാൾ അത് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ചെങ്ങന്നൂർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണക്കാരനായിരിക്കുന്ന ഒരാൾ എന്നുള്ള ആരോപണവും വരുന്നു അതിനകത്ത്. ഇതിന്റെ മേലെ വിഷയം ഇതിനേക്കാൾ പ്രധാനം ഇവിടെ കിടക്കുന്നറിയോ? ഇതിന്റെ മേലെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്ന് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചപ്പോ ബിനോയ് വിശ്വം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറുപടിയാണ് അതിൽ ഏറ്റവും അത്ഭുതകരം. ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിയില്ല. ബിനോയ് വിശ്വം പറഞ്ഞ മറുപടി എന്താ പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, അഭിപ്രായം പറയുന്നില്ല എന്നാണ്. ഒഴിഞ്ഞു മാറില്ല, ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾ?
പറയേണ്ടത് കളവ് പറയാൻ ആർക്ക് കഴിയില്ല, ബിനോയ് വിശ്വത്തിന് കഴിയില്ല. ഇയാൾ ആയുധ നാവെടുത്താൽ ജനിച്ച് അന്ന് മുതൽ കളവ് പറയില്ലാതെ ഇയാളെ വഴി. ഇയാളുമായി ബന്ധമുള്ള മുഴുവൻ ആൾക്ക് കളവില്ലാതെ വേറൊരു സാധനവും പറഞ്ഞുകൂടാ. ഞാൻ വളരെ മുമ്പ് തന്നെ പറയുന്ന ഒരു സാധനമുണ്ട്. ഈ എന്തായെന്ന് പറഞ്ഞാല് പിന്നെ കളവേതാണ് സത്യമേതാണ് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഒരു പൊതുസമൂഹത്തെ പുനഃസംഘാടനം ചെയ്തിരിക്കുന്നതിൽ പ്രഥമഘടനീയനായിരിക്കുന്ന ഒരു സാമൂഹ്യ ദ്രോഹിയാണ് വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി. സത്യമേതാണ് പിന്നെ കളവേതാണെന്ന് തിരിച്ചറിയാനാവാത്ത വിധം കളവ് പറഞ്ഞിട്ട് ആളുകളെ പറ്റി ഭ്രമിപ്പിച്ചു കളിയാ. ഈ ഭ്രമിപ്പിച്ചതിന്റെ ഫലമായിട്ട് എന്താ പറഞ്ഞാൽ പലപ്പോഴും ഇയാളുടെ വീട്ടിനകത്തും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ മക്കൾ ഇയാളോട് ചോദിക്കൂലേ, പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് സത്യമാണോ ചോദിക്കൂലേ, പാർട്ടി കമ്മിറ്റിക്കകത്ത് ഇയാളോട് ചോദിക്കൂലേ, പാർട്ടി ഇയാളോട് ചോദിക്കൂല കാരണം ഇയാൾ മറുപടി പറയൂല. ഇത് തുടർച്ചയായി ഈ പറയുന്ന പാർട്ടി സെക്രട്ടറി തൊട്ട് മുൻ പാർട്ടി സെക്രട്ടറി തൊട്ട് ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി തൊട്ട് ബ്രാഞ്ചിൽ വരുന്ന ഒരു അൺഫാൻഡി മെമ്പർ വരെ ഈ നുണ മാത്രമാണ് പറയുന്നത്. ഈ നുണ പറഞ്ഞിരിക്കുന്ന ഒരു നിങ്ങൾക്ക് സത്യം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല. അങ്ങനെ കഴിയാതിരിക്കുന്ന അവസ്ഥയിലാണ് വളരെ ബോധപൂർവം ബിനോയ് വിശ്വം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതിൽ പ്രതികരിക്കുന്നില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? അഭിപ്രായമില്ലാത്തതുകൊണ്ടല്ല. ഉള്ള അഭിപ്രായം എന്താണ്? ശരിക്ക് ഉള്ള അഭിപ്രായം ഒന്ന് മാത്രമാണ്. ഇയാൾ പറയുന്നത് കളവാണെന്നാണ് പറയേണ്ടതാണ്. അത് പറഞ്ഞാൽ CPIയുടെ ഒരൊറ്റ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കൂല, കേരളത്തിൽ ജയിക്കൂല. സകല സ്ഥലത്തും തോപ്പിക്കാൻ ഏർപ്പാടാകും. അതിന്റെ പാവഭാരം ആരേൽക്കേണ്ടി വരും? ബിനോയ് വിശ്വം ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാനാണ് ചരിത്രത്തിനകത്ത് ഇത്രയേറെ പാതകം ചെയ്തിരിക്കുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്ന പരാമർശത്തെ പോലും എന്താ പറയാ മൗനമായി പ്രതിഷേധിക്കാൻ പോലും കഴിയാതെ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാ വേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ മാറിപ്പോകുന്നത്. നിങ്ങൾ ഒരു പൊതുസമൂഹത്തിനകത്ത് എന്താ പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്ക് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരർത്ഥം എന്താണ്? അർത്ഥം അവിടെ അയാൾ മരിക്കുന്നു എന്ന അർത്ഥം. ഈ മരണം ഏറ്റുവാങ്ങി ആത്മീയമായി ഒരു മരണം ഏറ്റുവാങ്ങി സത്യസന്ധമല്ലാത്തൊരു കാര്യത്തെ അംഗീകരിച്ച് നിങ്ങൾ ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനാണ്. അദ്ദേഹം ആലോചിക്കൊണ്ടൊരു കാര്യമുണ്ട്. അത് വെളിയം ഭാർഗവനിരിക്കുന്ന കസേരയാണത്. CK ചന്ദ്രപ്പൻ ഇരിക്കുന്ന കസേരയാണത്. ഒന്നാമത്തെ തവണയിൽ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന കാനം സഖാവ് ഇരിക്കുന്ന കസേര രണ്ടാമത്തെ തവണയാകുമ്പോഴത്തേക്ക് കാനത്തിന്റെ കഥ കഴിച്ചല്ലോ. ഇത് ഇങ്ങനെ വരുന്ന ഒരു വലിയ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു പാർട്ടിയെ എന്ത് ചെയ്യാണ്? നശിപ്പിച്ചുകയാണ് ചെയ്തത്. ആർക്ക് വേണ്ടിയാണ് നശിപ്പിച്ചത്? ചേട്ടാ ഞാനൊന്ന് ഇടപെടുകയാണ്. ചേട്ടാ ഇത് CPIയുടെ സെക്രട്ടറിയാണ് അത് പറഞ്ഞത്. ചേട്ടാ ഈ CPIM എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇതിൽ എന്ത് പറയും ചേട്ടാ? അല്ല, ജനറൽ സെക്രട്ടറിക്ക് എന്ത് പറയാം? ജനറൽ സെക്രട്ടറി ഒന്നും പറയാനില്ല. ബേബിക്ക് എന്ത് പറയാനാ? ബേബിക്ക് ഒരു വസ്തു പറയാൻ കഴിയില്ല. അവിടെയാണ് പിന്നെ G. സുധാകരൻ സഖാവ് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. അയാൾക്ക് എന്താ പറയാ? അയാൾക്ക് ഒരു വസ്തു പറയാൻ കഴിയില്ല. ഇയാൾ ഈ പറയുന്ന പോലെ പിന്നെ ചറ്റ പരനാറി ഇതൊക്കെ വിളിക്കുന്ന സമയത്ത് ഈ പദപ്രയോഗം ബേബി നടത്തുമോ എന്നൊരു ചോദ്യം ബേബി നടത്തിയില്ലല്ലോ എന്ന് G. സുധാകരൻ സഖാവ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഒറ്റ കാര്യം കൊണ്ടാണ്. അതായത് അത് കൾച്ചേർഡ് ആയിരിക്കുന്ന മനുഷ്യനാണെന്നത് കൊണ്ടാണ്. ഇയാൾ അൺകൾച്ചേർഡ് അൺസിവിലൈസ്ഡ് ആണ്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നാണ് അയാൾ പറഞ്ഞത്. അൺകൾച്ചേർഡ് ആൻഡ് അൺസിവിലൈസ്ഡ്. ഈ അൺകൾച്ചേർഡ് അൺസിവിലൈസ്ഡ് ആയിരിക്കുന്ന ഒരാൾ നയിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയോ? നിങ്ങളുടെ വാദത്തിൽ മുഴുവൻ ആളെ എന്താക്കി തീർക്കുകയാണ്. ഇതുപോലെ ദുരധികാരം പ്രയോഗം നടത്താനും നാട്ടിനകത്ത് ഏറ്റവും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കാനും നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് വാസ്തവത്തിൽ. നിങ്ങൾ നോക്കുക, ഇപ്പൊ പിന്നെ കണ്ണൂരില് പിന്നെ ഇവിടെ പോളിയിൽ വോട്ട് പറയാൻ പോയി TO മോഹനൻ. കണ്ണൂരിലെ പാർലമെന്റ് മത്സരിക്കുന്ന വളരെ അടുത്ത സുഹൃത്തും കൂടി അയക്കുന്ന പിന്നെ TO മോഹൻ മുൻ മേയറും കൂടിയായ TO മോഹൻ വോട്ട് പറയാൻ ഇപ്പൊ SFI എന്ത് ചെയ്യാന്ന് തടയുകയാണ്. ഇതേ സാധനം ഇവിടെ വരികയാണ്. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ അബിൻ വർക്കിയുടെ സമ്പത്ത് പോലും ഇത് വരികയാണ്. ഇവിടെ വരുന്ന സാധനം ഇത് പാടില്ലെന്ന് പറയണം. ഈ കുട്ടികളാണ് ഇവര്. SFIക്കാരൊക്കെ ഞാനൊരു തെറ്റില്ലാത്തൊരു SFIക്കാരൻ എന്നുള്ള ആയിരുന്നതുകൊണ്ട് ഞാൻ പറയാണ്. ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറോ പാർട്ടി ലീഡർഷിപ്പ് എന്തിനാണ് പാർട്ടി ലീഡർഷിപ്പ്? എന്തിനാണ് SFIക്ക് സംസ്ഥാന സെക്രട്ടറി? എന്തിനാണ് ഈ സംസ്ഥാന സെക്രട്ടറി SFIയുടെ സംസ്ഥാന ഘടകത്തെ നയിക്കാനുണ്ടാക്കുന്ന പാർട്ടിയുടെ ചാർജിൽ ആളുകൾ ഉണ്ടാവില്ലേ? ചാർജുള്ളവർ എന്തിനാണ് പിന്നെ പാർട്ടിയുടെ സംഘടനാ ചാർജ് കൊടുക്കുന്നത്? അത് ഈ പറയുന്ന മറ്റേ ഇയാൾ പറഞ്ഞു കൊടുക്കുന്ന ജയരാജനാഥോട് അതിന്റെ ചാർജ് ചെയ്തുകൊണ്ട് ഇല്ല. നേരത്തെ കളവ് എന്ന് പറഞ്ഞാൽ മാരിക്കളവ് പറയുന്ന നിർത്തനാണ് MP ജയരാജൻ. കൊടിയേരിക്കായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. അതിപ്പോ MP ജയരാജൻ അത് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അല്പജ്ഞാനികളും വിവരമില്ലാത്ത ആളുകൾക്ക് സംഘടനാ ചാർജ് കൊടുത്തതിന്റെ ഫലം എന്താണെന്നറിയോ? ഈ പുതിയ തലമുറയിൽപ്പെട്ട് വളർന്നു വരുന്ന കുട്ടികൾ എന്താകുക എന്നറിയോ? ഇതുപോലെ ഈ മുഖ്യമന്ത്രിയുടെ അധമ ഭാഷ അധമ രീതി പ്രയോഗിക്കുന്നവരായിട്ട് ഈ കുട്ടികളെയും നിങ്ങൾ എന്ത് ചെയ്യാതെ പരിവർത്തിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പരിവർത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോ കായംകുളത്ത് പ്രതിഭ MLAക്കെതിരെ വിവാദം ഉണ്ടായില്ലേ?
അതെ. ഈ വിവാദം ഉണ്ടായപ്പോൾ ഞാൻ ആ സംഭവത്തെ പൂർണ്ണമായി അപലപിക്കുന്ന ഒരാളാണ്. അത് വേറെ വിഷയം, പൂർണ്ണമായി അപലപിക്കുന്നത്. പക്ഷെ ഇതിന്റെ മേലെ പൊട്ടിത്തെറിക്കുന്ന പുതിയ ഈ സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ, സാംസ്കാരിക നായകന്മാരും എന്താ പറയാ കവികളെല്ലാം പൊട്ടിത്തെറിക്കുന്നില്ലേ? എടോ, നിങ്ങൾ ആരംഭിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആന്തൂരിലെ സാജന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന ആന്തൂരിലെ സാജന്റെ ഭാര്യയുണ്ട്. ദേശാഭിമാനി പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത എന്തായിരുന്നു? വാർത്ത ദേശാഭിമാനി പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നതാണത്. ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരെ അപമാനിതയായി ഇപ്പോഴും ആ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട്. ഇവർക്ക് ഈ പറയുന്ന ഒരു സംഭവം വന്നപ്പോൾ അതിന്റെ കൂടെ ഇവർക്ക് ഐക്യദാർഢ്യം പിടിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ അധികാരവുമായി ബന്ധപ്പെട്ട ഒരു അധികാരവും ഇല്ലാതിരിക്കുന്ന ഒരു പാവം പിടിച്ചിരിക്കുന്ന സ്ത്രീ, ആ പാവം പിടിച്ച സ്ത്രീക്കെതിരെ മാനാപമാനത്തിന് നിലയില്ലാ കാര്യത്തിലേക്ക് ചവിട്ട് താറ്റുകയാണ് ചെയ്ത് ഈ അന്നത്തെ പാർട്ടി സെക്രട്ടറി MP ജയരാജൻ ഉൾപ്പെടെയുള്ളവര്. ദേശാഭിമാനി പത്രവും അല്ലെ, അത് പ്രധാനിയായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ആളെ മത്സരിക്കുന്ന PK ശ്യാമള, അതെ, ആ സാധനമാണല്ലോ ഇപ്പൊ DK ഗോവിന്ദന്റെ രാജിയിലേക്കും അവിടുത്തെ സ്ഥാനാർത്ഥിയിലേക്ക് കടന്നത്. അതെ. അപ്പൊ ഇത് കാണിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരിക്കണമോ എന്തായിരിക്കരുത് എന്ന് പറയുന്ന സംഭവത്തിന്റെ മേലെയായി തീർന്നു ആ പാർട്ടി മുഴുവൻ. അതാണ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും അസംബന്ധമായ ഒരു സംഘടനാ രൂപം മാത്രമായി CPIM പരിണമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ പരിണമിക്കപ്പെട്ടപ്പോ മതിഭ്രമം പിടിപെട്ടിരിക്കുന്ന, അധികാരം നഷ്ടപ്പെട്ടു പോകുന്ന വിഭ്രാന്തിയിൽ ഇനി 1400 പോലീസുകാരന്റെ അകമ്പടി ഉണ്ടാവില്ല. ഇടതുപക്ഷ ജനാധിപത്യ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടാവില്ല. സാധ്യത കുറവാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവാനുള്ള സാധ്യത പോലും ഇല്ല. ആ അർത്ഥത്തിൽ തകർന്നടിഞ്ഞ് വീഴുമ്പോഴാണ് എന്താ പറയുക, പട്ടിയെ പോലെ മോങ്ങേണ്ടി വരും ഇവർക്ക്. ഈ കേരള പോലീസ് പട്ടിയെ പോലെ മോങ്ങേണ്ടി വരും, കാല് വന്ന നായയെ പോലെ ഓടേണ്ടി വരും. കാരണം അത്രമാത്രം ബഹുജനരോഷം ഈ കേരളത്തിനകത്ത് ഈ സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നുണയുടെ പെരുവട വേയിപ്പിച്ച് വീണ്ടും ഇതിനെ മറികടക്കാൻ ശ്രമിക്കണമെന്ന് ആലോചിക്കട്ടെ. ഈ ₹1 ഗതിയിലാണ് നിൽക്കുന്ന സമയത്തല്ലേ ഈ ബസ്സിന്റെ പോളും പിന്നെ ഹോൾഡിങ്സും എല്ലാം വെച്ചിട്ട് 130 കോടി രൂപയല്ലേ ഇപ്പൊ കൊണ്ട് ചെലവഴിച്ചത് അല്ലേ? 130 crores of rupees. എന്താ ഇങ്ങൾ പറയുന്നത്? 130 കോടി ഉറുപ്പിക ഇവന്റെ ഈ നുണ പറയുന്ന ഒരു സംഭവം കൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ അത്ര സ്കൂൾ പൂട്ടി എന്ന വിഷയം ചർച്ച ചെയ്യപ്പെട്ടോ? കേരളത്തിലെ എന്താ പറയാ സർക്കാർ ആശുപത്രികൾക്കകത്ത് കടന്നു ചെല്ലുന്ന രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അതിനോട് പറയുന്ന മറുപടി എന്താണെന്നറിയോ? കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടത് കൊണ്ടാണ് അല്ല, കളവാണത്. കാരണം കേരളത്തിലെ സ്വന്തം ആരോഗ്യത്തിൽ കൊതിയുള്ള മനുഷ്യൻ, ജീവനിൽ കൊതിയുള്ള മനുഷ്യൻ എന്താണെന്ന് പറഞ്ഞാൽ അവൻ സ്വകാര്യ മേഖലയെ ആശ്രയിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വയറ്റിൽ കത്തി വെച്ചിട്ട് ഓപ്പറേഷൻ അത് പൂട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതുപോലുള്ള കേരളത്തിനകത്തെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സർവ്വ മേഖലയും തകർത്ത് തമ്പോറാക്കിയിരിക്കുന്ന ഒരു സർക്കാരിന് കിട്ടാനിരിക്കുന്ന തിരിച്ചടിയെക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന ഇൻഫർമേഷൻ ഇവിടുന്ന് കിട്ടിയിരിക്കുന്നു. സംസ്ഥാന ഇന്റലിജൻസിന്റെ അടുത്ത് നിന്ന് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ന്യായമായും അനുമാനിക്കുകയോ സംശയിക്കുകയോ ചെയ്യാവുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് അയാൾ ഈ ചിത്തവിഭ്രാന്തി പിടിപെട്ടിരിക്കുന്നയാളെ പോലെ പിന്നെ എന്താ പറയുക വെകിളി പിടിച്ചതുപോലെ എന്തെല്ലാമോ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീർന്നിട്ടുള്ളത് എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ അയ്യപ്പദാസ് ചേട്ടാ, നമുക്ക് തുടർന്നും മറ്റു വിഷയവുമായി നമുക്ക് ഇരിക്കാം. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. ഓക്കെ.